നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേംബ്രിഡ്ജ് മുൻ മേയറും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ബൈജു തിട്ടാലയാണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ ദിവസം വയനാട് മാനന്തവാടി ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു പെൺകുട്ടി പ്രസവത്തിനായി ആശുപത്രിയിൽ പോകുന്നു. അതിനുശേഷം 2.5 മാസങ്ങൾക്ക് ശേഷം വയറ്റിൽ നിന്ന് ഒരു കോട്ടൺ തുണി പുറത്തേക്ക് വന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ശരിക്കും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ വലിയൊരു വീഴ്ചയാണ് തുറന്നു കാട്ടുന്നത്. ഇത് തുടർക്കഥയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ പോകുന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖല, അതായത് പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ പ്രൈവറ്റ് സെക്ടർ അല്ല, പബ്ലിക് സെക്ടർ, അതായത് സാധാരണക്കാരൻ, ഓട്ടോ തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, ഈ കണ്ടത്തി പണിയെടുക്കുന്നവർ, ഈ നമ്മുടെ അവിടെ ഈ കേരളത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, അവരൊക്കെ റിലേ ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ. അപ്പോ ആ പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. അതിന്റെ കാരണം, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ആളെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന്റെ കാരണം, പബ്ലിക് മേഖല തകർച്ചയിലാണ് എന്ന് ഉള്ള മെസ്സേജ് പുറത്തു കൊടുത്താൽ മാത്രമേ പ്രൈവറ്റ് മേഖലയിലേക്ക് സ്വാഭാവികമായും ആളുകൾ അപ്രോച്ച് ചെയ്യുള്ളൂ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഫണ്ട്, അതായത് എനിക്ക് ഈ ക്യാൻസറിന് ട്രീറ്റ്മെന്റിന് ഫണ്ട്, അങ്ങനെയുള്ള മെഡിക്കൽ കെയറിന് വേണ്ടി ഫണ്ട് ബെഗ് ചെയ്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നമ്മളുടെ പ്രോപ്പഗാൻഡയിലൂടെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ തകർത്തുകൊണ്ട് അതിൽ ആ പബ്ലിക് സെക്ടറിലുള്ള ആ കോൺഫിഡൻസിനെ തകർത്തുകൊണ്ട് അവിടെ പോയാൽ രക്ഷപ്പെടില്ല, അവിടെ പോയാൽ തകർന്നു പോകും എന്നുള്ള അവസ്ഥയിൽ വന്ന് നമ്മുടെ ആ പൊതു ആരോഗ്യ മേഖലയെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞ് അവിടെ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഉദാഹരണം, ഞാൻ കോട്ടയത്ത് ആർപ്പുകര പഞ്ചായത്തുകാരനാണ്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജാണ്. എന്ത് വന്നാലും പോകുന്ന സ്ഥലം കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആ കോട്ടയം മെഡിക്കൽ കോളേജിന് ചുറ്റും ഇന്ന് 4-5 മൾട്ടി സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊക്കോണ്ടിരുന്നത് ഞങ്ങളെ പോലെയുള്ള, അല്ലെ ഞങ്ങളുടെ പേരൻസിനെ പോലെയുള്ള ആളുകൾ, അല്ലെ ഇപ്പൊ അവിടെ ഉള്ള ആളുകളുടെ കോൺഫിഡൻസ് തകർത്ത് കളഞ്ഞ്. അതെങ്ങനെയാ തകർത്ത് കളഞ്ഞത്? ഇതേ രീതിയിലുള്ള നമ്മുടെ ഇപ്പൊ ഈ പ്രശ്നം പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പബ്ലിക് മേഖലയിൽ അതിനെ കയറൂരി വിട്ടിരിക്കുകയാണ്, റെഗുലേറ്റ് ചെയ്യാതെ വിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ സംഭവം ഉണ്ടാകുന്ന ആരെങ്കിലും ആ ഹോസ്പിറ്റലിലേക്ക് പോവുക, അത് പബ്ലിക് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജാണ്, മറിച്ച് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകും. 5 സെന്റും പെരയും ഉള്ളവൻ അത് വിറ്റിട്ട് ലോൺ എടുത്തിട്ട് ഈ പ്രൈവറ്റ് മേഖലയിൽ പോയി പേ ചെയ്യും. ഇതിലൊരു ഞാൻ കാണുന്ന മറ്റു വശമുണ്ട് ഇതിന്. ഇപ്പം കോടാനുകോടികൾ കേരളത്തിലേക്ക് കൊടുത്തുകൊണ്ട്, ഈ കേരളത്തിലെ പ്രൈവറ്റ് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് കെയർ മേഖല സാധാരണക്കാരന് അപ്രാപ്യമല്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് മേഖലയിൽ മുഴുവൻ ഫണ്ട് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മുഴുവൻ ഫണ്ട് കൊടുക്കുന്നത് ഈ വിദേശത്തുള്ള മക്കളും കൊച്ചുമക്കളും റിലേറ്റീവ്സുമാണ്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞിടെ ഒരല്പം റിസർച്ച് ഓറിയന്റഡ് ഒരു യാത്ര നടത്തി കോട്ടയത്തെ ഒരു പ്രഗത്ഭമായ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ വാതിലൂടെയല്ല, ഞാൻ അവിടെ അതിനുവേണ്ടി തന്നെ ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു. ഈ വരുന്ന ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്നതിൽ ഏതാണ്ട് 90% ആളുകളും അവരുടെ മക്കൾ വിദേശത്താണ്, യൂറോപ്പിലാണ്. യൂറോപ്പിൽ നിന്ന് പണം അവർക്ക് കൊടുക്കുകയാണ്. ആ പണം ആണ് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ചോദിച്ചു, ഇവരുടെ ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ? അവരുടെ ആരും ഈ നാട്ടിലില്ല. അപ്പോ ഇവരുടെ കാലം കഴിയുമ്പോൾ പിന്നെ ഉള്ളവരെല്ലാം വിദേശത്താ. പിന്നെ ഇപ്പൊ മേടിച്ചു വെച്ചിരിക്കുന്ന ഈ മിഷനറി മുഴുവൻ തൂക്കി വെക്കേണ്ടി വരും, ആക്രി വിലയ്ക്ക് തൂക്കി വെക്കേണ്ടി വരും. അത് അതിലും വലിയ ഗുരുതരമായ അവസ്ഥയാവും. പബ്ലിക് മേഖലയും തകർന്നു, പ്രൈവറ്റ് മേഖലയും തകരുന്നൊരവസ്ഥ. ഇതിൽ സർക്കാർ കൃത്യമായി ഒരു അജണ്ടയും ഇല്ലാതെ, അജണ്ട ഈസ് പ്രോപ്പഗാൻഡ, കൃത്യമായി പൊതുജനത്തിന് കോൺഫിഡൻസ് ഉള്ള രീതിയിൽ, പൊതുജനത്തിന്റെ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് അവരുടെ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് കയ്യിലെടുക്കാനുള്ള യാതൊരുവിധ നയങ്ങളും യാതൊരുവിധ പോളിസികളും നടത്താതെ ഇവരെ ഇങ്ങനെ കയറൂരി വിടുകയും പ്രോപ്പഗാൻഡ സൈഡ് വഴി നടക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗവൺമെന്റ് പബ്ലിക് ഹെൽത്ത് കെയർ സെക്ടർ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് നിർത്താം.
കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കൂലിപ്പണിക്കാരൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി ട്രീറ്റ്മെന്റിന് പോകുന്നു. ആ ട്രീറ്റ്മെന്റിൽ 85,000 രൂപ അവന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ സർജറി നടത്തുന്നതിന് അവിടെ കൊടുത്തതല്ല, അതിന്റെ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവായി. അതിൽ എന്നിട്ട് എനിക്ക് ഞാനപ്പം നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു സംഘടന കൂടിയൊക്കെയാണ് അവർക്ക് ഫണ്ട് കൊടുത്തത്. അപ്പൊ ഞാൻ അതിന്റെ ഈ ബില്ല് മുഴുവൻ വാങ്ങിച്ചു. ഈ ബില്ല് വാങ്ങിച്ചതിൽ ഐറ്റമൈസ്ഡ് ബില്ലുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതിന് ഐറ്റമൈസ്ഡ് ബില്ലുണ്ട്. അപ്പൊ ഈ ഐറ്റമൈസ്ഡ് ബില്ലിൽ ഞാൻ എടുത്ത് നോക്കിയപ്പം ഞാൻ വായിച്ചത് എന്നറിയോ, സിറിഞ്ച്, അതായത് കയ്യിലിടുന്ന ഗ്ലൗസ്, ഈ പൗഡർലെസ് ബെഡ്ഷീറ്റുകൾ, ഈ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് ടേബിളിൽ ഇടുന്നത്, ഇത് പോലും, അതായത് സിറിഞ്ച് പോലും വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ട്രീറ്റ്മെന്റിന് പോകേണ്ട വരുന്ന പബ്ലിക് ഹെൽത്ത് കെയർ സെക്രട്ടറി പബ്ലിക് ഹോസ്പിറ്റലിൽ ജനം തല്ലിപ്പൊളിച്ചില്ലെങ്കിൽ നമുക്കത് വലിയ അത്ഭുതമായിട്ടല്ലേ കാണാനുള്ളൂ. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവാണ്, ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് സർക്കാർ, ഞാനും നിങ്ങൾ കരം കൊടുക്കുന്ന പണം, ആ കരം കൊടുക്കുന്ന പണം കൊണ്ട് പബ്ലിക് ഗവൺമെന്റ് ടാക്സ് കൊണ്ട് റൺ ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ പബ്ലിക്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണലായി പോലും ഒബ്ലൈജ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു സ്ഥലത്ത് ഞാൻ ഫ്രിഞ്ച് പോലും മേടിച്ചു കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, പബ്ലിക് മേഖലയെ തകർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റം ചെയ്യുന്നത്. അതെ, അപ്പോൾ ഈ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളെല്ലാം തന്നെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഇന്നൊരു ആക്സിഡന്റ് ആയി അവിടെ ചെല്ലുന്ന ഒരു കുട്ടിക്ക് MRI സ്കാൻ എടുക്കാൻ ഡേറ്റ് കിട്ടുന്നത് 1 മാസം കഴിഞ്ഞൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ജീവന് ആര് മറുപടി പറയും? ഇപ്പോൾ അവർക്ക് ജീവന് ഹാനികരമായി എന്തെങ്കിലും സംഭവിച്ചാൽ, മരണം വരെ സംഭവിച്ചു പോയാൽ ആരിതിന് ഉത്തരം കൊടുക്കുമെന്നുള്ളതാണ്. ഇതില് ഇപ്പം ബ്രിട്ടനിലാണ് എന്ത് സംഭവിക്കുന്നറിയോ, ഓൺ ദ സ്പോട്ടിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് മൂവ് ചെയ്യും. നമ്മുടെ അവിടെ ആ മെഡിക്കൽ മേഖലയെ, ആ മെഡിക്കൽ നെഗ്ലിജൻസ് ക്ലെയിമും ഒരു കാര്യമായ രീതിയിൽ ഡെവലപ്പ് ആയിട്ടില്ല. അതൊക്കെ ഈ പ്രോപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു മലയാളി തന്നെ, പുള്ളി ആക്സിഡന്റ് ആയി, ആക്സിഡന്റിൽ പുള്ളിക്കാരൻ കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടിയില്ല. ആ ട്രീറ്റ്മെന്റ് കൃത്യമായി കിട്ടാതെ പുള്ളിക്കാരൻ പാരലൈസ് ആയി. മില്യൺസ് ആൻഡ് മില്യൺസ് ആണ് അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത്. ഞാൻ ഇൻവോൾവ് ആയ കേസാണ്. അതുപോലെ നമ്മുടെ എന്റെ സുഹൃത്തൊരാള് ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായി. ഇവര് ഡയഗ്നോസ് ചെയ്ത് തെറ്റിപ്പോയി. പുള്ളിക്കാരത്തി കൊളാപ്സ് ആയി, പുള്ളിക്കാരത്തി ക്ലെയിം മൂവ് ചെയ്തിരിക്കുകയാണ്. അതേ രീതിയിൽ രണ്ടാമത് നമ്മുടെ ഈ മെഡിക്കൽ കെയർ സെക്ടറിൽ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വളരെ ആർക്കൈക്കാണ്. ഡോക്ടർമാരെ ആട്ടെ, നേഴ്സുമാരെ ആട്ടെ, അതിലുള്ള സ്റ്റാഫിനെ ആട്ടെ, എക്സ്ട്രാ ടെക്നീഷ്യൻസിനെ ആട്ടെ, ഇവർക്ക് ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട്. ഇപ്പൊ ലോ സൊസൈറ്റി ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ട്. ഞാൻ അത് കേസ് അപ്പിയർ ചെയ്യുന്ന വക്കീലാണ്. ഒരു മാസം ഒരു 4-5 മലയാളികളുടെ കേസ് ഞാൻ ചെയ്യുന്നുണ്ട്. അവർ മെഡിസിൻ കൊടുത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് കൊടുത്ത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ അവര് ഈ എന്തെങ്കിലും ഡിസോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർമാരുടെ കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അവരെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യാൻ പബ്ലിക് മേഖലയിൽ, പബ്ലിക് സെക്ടറിൽ ഈ സ്റ്റേറ്റ് തന്നെ ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ടാവുകയും അതിൽ എഫക്റ്റീവായ എൻഫോഴ്സ്മെന്റ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഈ ജനങ്ങള് ഈ ചെരുപ്പെടുത്തെറിയുന്നത്, കല്ലെടുത്തെറിയുന്നതും അടിക്കുന്നത്. അതേ രീതിയിൽ ഇൻകംപറ്റന്റ് ആയ ഒരു ഡോക്ടറെ പിന്നെ സർവീസിൽ വെച്ചോണ്ടിരിക്കരുത്. അല്ലെ കംപ്ലീറ്റ് ഡിസിപ്ലിൻ എടുത്ത് കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തണം. ഇവിടെ അങ്ങനെ ക്രിമിനൽ കേസുകൾ ഡോക്ടേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ഈ സിസ്റ്റം ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നുള്ള ഡെലിബറേറ്റ് ആയിട്ട് ഇതിനെ തകർത്ത് കളയാൻ വേണ്ടിയുള്ള ഒരു പ്രോപ്പഗാൻഡയല്ല, ഒരു പ്ലാന്റെ ഭാഗമാണ്. അതുവഴി ഉദാഹരണമായിട്ട് നമ്മളൊരു 20 വർഷം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സർക്കാർ സ്കൂളുകൾ റിലേറ്റീവ്ലി ബെറ്റർ ആയിരുന്നു. ഇപ്പോ സർക്കാർ സ്കൂളുകളിൽ പിള്ളേരെ കിട്ടാനില്ല. അതെന്തെന്നറിയോ, അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. ഈ പബ്ലിക് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളെ, പബ്ലിക് സെക്ടറിലുള്ള സ്കൂളുകളെ, സർക്കാർ സ്കൂളുകളെ സിസ്റ്റമൈസ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തകർത്ത് കളയുക. ആ തകർക്കുന്നതിലൂടെ പബ്ലിക് സ്കൂളുകൾ ഡെവലപ്പായി വരും. ആ പ്രോപ്പഗാൻഡയിലൂടെ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ഏതാണ്ട് തകർത്ത് കളഞ്ഞു. ഇപ്പൊ പ്രൈവറ്റ് കാശുള്ളവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ള യൂത്ത് മുഴുവൻ കളം വിടുന്നത്. കാശുണ്ടെങ്കിലേ പഠിക്കാൻ പറ്റില്ല, പിന്നെ ഇവിടെ നിന്ന് പഠിക്കുന്നത്, പുറത്ത് പോയി പഠിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺടാക്സിലേക്ക് നമ്മൾ
ഈ മെഡിക്കൽ സെക്ടറിനെ കൊണ്ട് എത്തിക്കുന്നത് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ പ്രൈവറ്റ് മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർ കൃത്യമായി മൂടി വെക്കുന്നുണ്ട്. ഈ പബ്ലിക് മേഖലയിൽ ഉണ്ടാകുന്നത്, മെഡിക്കൽ കെയറുകളിലും പബ്ലിക് ഹോസ്പിറ്റലുകളിലും ഉണ്ടാകുന്നത് കൃത്യമായി അവർ നിങ്ങൾ അജണ്ട വഴി, പ്രോപ്പഗാൻഡ വഴി, സർക്കാരിന്റെ അറിവോടുകൂടി തന്നെ ഇതിനെ പുറത്തു വിടുന്നുണ്ട്. എന്തിനാണ്? ആ മേഖലയിലുള്ള നമ്മളുടെ വിശ്വാസം, പബ്ലിക്കിന്റെ ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഷുഡ് ബി ഡിസ്ട്രോയിഡ്. സോ the care system can be channelized to the private sector.